കളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതറിയോ? ഇപ്പോൾ ഉള്ള ആളുകൾ ഇപ്പോഴും അയാൾ തുടരുന്നുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഫസ്റ്റ് ഡേ വെളിയിൽ ആണോ പെണ്ണോ പെൺകുട്ടി. ഗൈസ്, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. BB6 കണ്ടസ്റ്റന്റ് ആയ, നല്ല അടിപൊളി കണ്ടസ്റ്റന്റ് ആയ, അൺഫോർച്ചുനേറ്റ്ലി ഇറങ്ങേണ്ട വന്നാൽ അല്ലെങ്കിൽ ഇറക്കേണ്ട വന്നാൽ, ടു ബി ഫ്രാങ്ക്, അവിടെ ഇവിടെ തൊട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. കലങ്ങുന്നവർക്ക് കലങ്ങും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില കാര്യങ്ങൾ അവിടെ ഇവിടെയും തൊടാതെ തന്നെ സംസാരിക്കേണ്ട വരും എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ സിബിൻ്റെ വീഡിയോ ഒന്ന് കീറി മുറിക്കുകയാണ്. അപ്പോൾ ഇതിനെ എടുത്ത് സൈഡിലിട്ടിട്ട് കീറി മുറിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നോക്കട്ടെ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് കുറച്ച് വലിയ വീഡിയോ ആണ്, എനിക്ക് കുറച്ച് പറയേണ്ട ടോപ്പിക്സ് പോയിന്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ സിബിൻ പറയുന്ന കാര്യങ്ങൾ, സിബിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ മെഡിസിൻ കൊടുത്ത കാര്യങ്ങളോ NDP കാര്യങ്ങളോ എനിക്കറിയത്തില്ല. ആ ഒരു സെക്ഷൻ, മെഡിസിൻ സെക്ഷൻ മാറ്റി വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. ഫസ്റ്റ് സിബിൻ്റെ എൻട്രിയിൽ ഞാൻ വിചാരിച്ചത് കയറി പിറ്റേ ദിവസം തന്നെ പോകുന്നതാണ്. പക്ഷെ ആൾ നല്ല ഗെയിമറാണ്, നല്ല പ്രൊവോക്കറാണ്, നല്ല എന്റർടൈനറാണ്. അപ്പം ഇതിനകത്ത് പുള്ളി ചോദിക്കുന്നുണ്ട്, അടുത്ത ബിഗ് ബോസിലോട്ട് പോകുമെന്ന് ചോദിക്കുമ്പം എന്തിനാ ചേട്ടാ, ലൈക്ക് നല്ലൊരു നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പോകും. ആദ്യത്തെ വെട്ട് തന്നെ ബിഗ് ബോസ്, ഈ പറഞ്ഞ പോലെ നല്ല ഷോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നല്ല കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പെടുത്തി. അതേപോലെ തന്നെ അപ്സരയും എല്ലാം എവിക്റ്റായി. അപ്പോൾ അവർ സിബിന് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, അപ്സരയെ കരിവേപ്പില ആക്കി ഇല്ലേ എന്നുള്ളത്. കാരണം അത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു ഗെയിമർ തന്നെയായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ എപ്പോഴും പറയും, കമ്പയറിങ് ടു ശ്രീതു, ഇപ്പോൾ ഗേൾസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്സര നന്നായിട്ട് ഡേ 1 തൊട്ട് ഈ പറഞ്ഞ മാതിരി ഒരു കോമ്പവും പിടിക്കാതെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഫുൾ ടൈം പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റത്തില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുന്നുവെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ പറ്റിയിട്ട്, കണ്ടസ്റ്റനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ കരിവേപ്പിലാക്കില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര നോട്ടഡ് ആയിട്ട് തോന്നി. ആൻഡ് വേറൊരു കാര്യം, ആൽബി ചെയ്ത സംഭവം, നമ്മുടെ ഇവരോടൊക്കെ സ്ട്രിക്ട്ലി ബ്രീഫ് ചെയ്തിട്ടുണ്ട് സിബിനെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. വൈ ബിഗ് ബോസ്? എന്താണ് ബിഗ് ബോസ്? അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടസ്റ്റന്റ് അല്ലെ ഈ വ്യക്തിയും പുറത്ത് സിബിനെ കൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നങ്ങനെ സ്ട്രിക്ട്ലി ബ്രീഫ് ചെയ്തതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? കാരണം എന്ന് വെച്ചാൽ ഒരു 40-45 ഡേയ്സ് കോൺട്രാക്ട് ചെയ്ത് വെച്ചു എന്ന് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ റോബോട്ട്സ് ഒന്നുമല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടസ്റ്റന്റ് പറയുന്നത്, അവർക്ക് സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കാമല്ലോ. അപ്പം ആൽബി എന്ന് പറയുന്ന നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് ബിഗ് ബോസ് ഫാമിലി റൗണ്ട് കഴിഞ്ഞ് വന്നിട്ട് ആ ഇട്ട ഷർട്ടോട് കൂടി തന്നെ ഇപ്പോൾ സിബിൻ പറഞ്ഞ മാതിരി വരുന്നു, സിബിനെ പറ്റി പറയുന്നു, അഖിൽമാരനെ പറ്റി പറയുന്നു, ചാനലിനെ നല്ല രീതിയിൽ വെള്ള പൂശി സാറ്റിസ്ഫാക്ടറി മൊമെന്റ് ആയിട്ട് വീട്ടിൽ പോയി ഇരിക്കുമ്പോഴേക്കും ഈ ഓടി നടന്ന് ചാനൽസിന് ഇന്റർവ്യൂ കൊടുത്തതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഇതാ വരുന്നു അപ്സര ബിഗ് ബോസ് ഹൗസിന്. ദാറ്റ് മീൻസ് ഷീ ഈസ് എവിറ്റായി. അപ്പൊ എന്തായി, ആൽബിയുടെ മാനസികാവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ 3 പോയിന്റിനോടും, കാരണം പൊളിറ്റിക്സ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ കരിവേപ്പിലാക്കിയ സംഭവം, ആൽബിൻ കാണിച്ച സംഭവത്തിനോടും ഞാൻ വളരെയധികം യോജിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു സംഭവം പറയുന്നുണ്ട്. യെസ്, അത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അപ്സര ഒരിക്കലും ഔട്ട് ആവേണ്ട ഒരു വ്യക്തിയല്ല. കാരണം അതിലും കൂടുതൽ ഔട്ട് ആവേണ്ട ആൾക്കാരുണ്ടെന്നുള്ളത് ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട്. അപ്സര തന്നെ ശരിക്കും ഞെട്ടിപ്പോയൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഒരു പ്രസ്തുത കണ്ടസ്റ്റന്റിനോട് ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞു പെൺകുട്ടി. അതായത് അതാരായിരിക്കും? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്സരയ്ക്ക് പോലും അറിയില്ല, നന്നായിട്ട് ഗെയിം കളിച്ച വ്യക്തിയാണ്. ഒരു വ്യക്തിയോട് കോമ്പറ്റ് ചെയ്യാൻ പാടില്ല കാരണം സിബിന്റെ ഒരു കാലിബർ അറിഞ്ഞുകൊണ്ടാണല്ലോ ആ ഒരു സംസാരം വരുന്നത്. അപ്പൊ കോമ്പറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പൊ ആങ്കർ എടുത്ത് ചോദിക്കുന്നുണ്ട്, ആണാണോ പെണ്ണാണോ എന്ന്. പെണ്ണാണെന്ന് പറയുന്നുണ്ട്. ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളാണ്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ ആർക്കെതിരെ ആയിരിക്കും സിബിനോട് ഗെയിം കളിക്കരുതെന്ന് പറഞ്ഞത്? ചില സാഹചര്യങ്ങൾ സമ്മർദ്ദം പോലെ നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് കത്തി ആർക്കെതിരെയാണ് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന്. അപ്പോ ചാനലിനും ഷോയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്, ആ ഒരു കണ്ടസ്റ്റന്റിനോട് എതിർത്ത് സംസാരിക്കരുതെന്ന് ഓൾറെഡി ഇവിടുന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് കയറ്റി വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ല ഞാനൊരു എക്സ് കണ്ടസ്റ്റന്റ് ആണ്, പക്ഷെ പറയുമ്പോൾ എല്ലാ കാര്യവും സംസാരിക്കണുള്ളൂ. സിബിന് ഈ പറഞ്ഞ മാതിരി അതിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് കോമ്പറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ല എനിക്ക് തോന്നുന്നതാണ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം.